അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം ശരിക്ക് ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചൊരു വിഷയമല്ല. എന്നാലും ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ വിഷയം പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറയുകയാണ്. അങ്ങ് അകലെ യമൻ എന്ന നാട്ടിൽ അവിടുത്തെ സ്വദേശിയായ ഒരു പൗരനെ വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട് അതിൻ്റെ പേരിൽ 2017 അറസ്റ്റ് ചെയ്യപ്പെട്ട നിമിഷപ്രിയ എന്ന സഹോദരി, ആ സഹോദരിയുടെ വധശിക്ഷ വിധിക്കുകയും ആ വധശിക്ഷ 2 ദിവസം മുമ്പ് നടപ്പിലാക്കുവാൻ വേണ്ടി ആ ദിവസം എത്തിയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മനും ആക്ഷൻ കൗൺസിൽ അംഗങ്ങളുമൊക്കെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവരെ സമീപിക്കുകയും ഇതിലെന്തെങ്കിലും ഒരു വഴി ഉണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് ഉസ്താദ് അവരോട് ചോദിച്ചപ്പോൾ ഉസ്താദ് അവർ അതിന് വേണ്ടുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തി. അവിടുത്തെ ഒരു സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് മുഹമ്മദ് അവരെ സമീപിക്കുകയും അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുകയും അതുവഴി അദ്ദേഹത്തെ ഈ മരണപ്പെട്ട തലാൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 72 മണിക്കൂർ കൊണ്ട് അവരുടെ വിധി നടപ്പിലാക്കാൻ, വധശിക്ഷ നടപ്പിലാക്കേണ്ട സമയത്തു നിന്നും ആ വധശിക്ഷ തൽക്കാലത്തേക്ക് മാറ്റിവെച്ച ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച് അത് രേഖാമൂലം ഇവിടെ എത്തിക്കാൻ വരെ സാധിച്ചത് വളരെയധികം എല്ലാവർക്കും സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ഇതാണ് മനുഷ്യത്വം. ഇവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രത്തിൻ്റെയോ ഇതൊന്നും നോക്കാത്ത രീതിയിൽ നമ്മളോട് ഒരു ആൾ സഹായം ചോദിക്കുമ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ മാക്സിമമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ വളരെ ഖേദകരമെന്ന് പറയട്ടെ, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ പോയി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില ആളുകൾ, അവർ ഏത് ചിന്താധാരയിലാണ് അവരുള്ളതെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നതെന്നും അറിയാൻ സാധിക്കുന്നില്ല. എന്തായിരുന്നാലും ആ ചെയ്തത് വളരെ മോശമായി പോയി എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ മരണപ്പെട്ട ആളുടെ തലാൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ സഹോദരൻ്റെ ഫേസ്ബുക്കിൽ പോലും പോയി കമൻറ്റുകൾ ഇട്ടുകൊണ്ട് അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ, പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഇടുക, അതുപോലെ ഇവിടെ പല മീഡിയകളിലും വന്ന് പല രീതിയിലുള്ള സംസാരിച്ച് അത് അവിടെ എത്തി അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും, അപ്പോൾ ഈ നല്ല രീതിയിൽ അതിനെ സംസാരിച്ച് അനുനയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവർക്ക് തന്നെ അതൊരു ചോദിക്കുന്ന ഈ മധ്യസ്ഥയ്ക്ക് പോയ ആ സൂഫി പണ്ഡിതനും ഇതിലിടപെട്ട ഷെയ്ഖ് അബൂബക്കർ AP ഉസ്താദ് അവർക്കൊക്കെ അവരെയൊക്കെ അവഹേളിക്കുന്ന രൂപത്തിലുള്ള സംഭാഷണങ്ങളും സംസാരങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുമ്പോൾ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാരായി? അവർ തന്നെ ചോദിക്കുന്നൊരവസ്ഥയില്ലേ, ഇവർക്ക് വേണ്ടിയാണോ നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കാൻ വന്നത് എന്ന് ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു. അത് വളരെ ഒരു പ്രതിസന്ധിയിലേക്ക് നിൽക്കുകയാണ്. എന്തായിരുന്നാലും നല്ലത് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് പല രീതിയിൽ പല ശ്രമങ്ങളും നടത്തി, എന്നിട്ടും അവർക്കൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അതിന് കാരണം അവിടെ ഒരു ശക്തമായ ഒരു ഗവൺമെൻറ് ഇല്ല എന്നതാണ്. ശക്തമായ ഒരു ഗവൺമെൻറ് ഇല്ലാത്ത സ്ഥലത്ത് ആരോടാണ് ചർച്ച ചെയ്യേണ്ടത്? അതുമാത്രവുമല്ല, ഇതിനുവേണ്ടി പ്രത്യേകം അവിടെ നിയോഗിക്കപ്പെട്ട ഒരാൾക്ക് ഇന്ത്യൻ എംബസി വഴി നിയമപ്രകാരം $50,000 കൊടുത്തിട്ടും ആ കുടുംബവുമായി ഒന്ന് സംസാരിക്കാൻ പോലും സാധിച്ചില്ല ഈ 4-5 വർഷമായിട്ട്. ആ ഒരു സ്ഥലത്താണ് വെറും 72 മണിക്കൂർ കൊണ്ട് ആ
വധശിക്ഷ നടപ്പാക്കേണ്ടതിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റുന്ന രൂപത്തിലേക്ക് ഒരു ഇടപെടൽ നടത്താൻ ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിന് സാധിച്ചത്. അത് ചെറിയ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ നന്മകൾ ആർക്കെങ്കിലും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നന്മ ചെയ്യുന്നവരെ നിങ്ങൾ ഉപദ്രവിക്കാൻ നിൽക്കരുത്. ദയവ് ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. അങ്ങനെ പല ആളുകളും ഇതിനു വേണ്ടി ശ്രമിച്ചിട്ട് നടക്കാത്തൊരു സ്ഥലത്താണ് മഹാനായ എ.പി. ഉസ്താദ് അവർകൾ ആ വിഷയത്തെ ഇടപെട്ടുകൊണ്ട് ഈ രൂപത്തിലേക്ക് അതിനെ മോചനത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ നിൽക്കുമ്പോൾ അതിൽ പോയി ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ. ഇവിടെ ആർക്കും ഇന്ത്യ ഗവൺമെൻറ്റിനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ കേരളത്തിലുള്ള ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഇതിൽ ഇടപെട്ട എ.പി. ഉസ്താദിൻ്റെ അനുയായികൾക്കോ ആർക്കും തന്നെ അഭിപ്രായമില്ല നിമിഷപ്രിയ നിരപരാധിയാണെന്നുള്ളതിൽ. പക്ഷേ അവിടെ ഒരു പഴുത് ഉണ്ട്. കാരണം ആ കുടുംബം മാപ്പ് നൽകുകയാണെങ്കിൽ അവർക്ക് ആ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി അവരെ കൊണ്ടുവരാൻ സാധിക്കും. ആ ഒരു പഴുത്, നിയമപരമായ ഒരു പഴുത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഉള്ളത്. അത് നമ്മളൊരു നാട്ടിൻ്റെ ആവശ്യമായി അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ആവശ്യമായി കാന്തപുരം ഉസ്താദിൻ്റെ അടുക്കൽ വന്ന് പറയുമ്പോൾ അത് ചെയ്യൽ അദ്ദേഹത്തിൻ്റെ ബാധ്യതയല്ലേ? ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് മഹാനായ ശൈഖുന എ.പി. ഉസ്താദ് അവർകൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരാളെ നന്മ ചെയ്യുമ്പോൾ അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലും നിന്ദിക്കരുത്. ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരെയും ഖൽബ്, ഹൃദയം അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മുടെ ആഖിറം അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.